ഓക്കെ. അപ്പൊ അനൂപ് പറഞ്ഞിരുന്നത് ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത് മറ്റേ മീൻ മുട്ടയുടെ എന്തോ ആ കാര്യമായിരുന്നു ആ പറഞ്ഞത്. റെസ്റ്റോറന്റ് ആ ആ റെസ്റ്റോറന്റ് അതെ അതെ. ആ അതും അപ്പൊ പിന്നെ അക്ഷയ. അതെവിടെ? അത് പുത്തമ്പള്ളിയുടെ തൊട്ട് പുറകില്. ആ പുത്തമ്പള്ളിക്ക് ആ ഏരിയ പോയിട്ടില്ലേ? റൈസ് ബസാറ്. അതെന്ന് വെച്ചാൽ നമ്മുടെ എറണാകുളത്തേക്ക് പോണ അവിടെ റൗണ്ടിന്ന് അവിടെ നിന്നല്ല, അവിടെ നിന്നല്ല. പഴയ അക്ഷയ നമ്മൾ പോയിട്ടില്ലല്ലോ. പോയിട്ടുണ്ടോ? ഇല്ല അത് ഇല്ല. ഹൈ റോഡ് എന്ന് പറയും. പക്ഷെ അതല്ലേ അത്, അതായത് അല്ലല്ല നമ്മള് അല്ലല്ല അല്ലല്ല. ഹൈ റോഡിന്ന് ഒരു ചെറിയൊരു ഡൈവർഷൻ എടുത്തു കഴിഞ്ഞാൽ റൈസ് ബസാറിലേക്ക് വരും. റൈസ് ബസാറിൽ ചെറിയ, അല്ലെങ്കിൽ പുത്തമ്പള്ളി എന്ന് പറഞ്ഞാൽ ഹൈ റോഡിൽ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പുത്തമ്പള്ളിയായി. അപ്പൊ പുത്തമ്പള്ളിയുടെ സൈഡിൽ കൂടെ ഒരു റോഡ് ഉണ്ട്. ആ റോഡ് ചെന്ന് റൈസ് ബസാറിൽ കണക്ട് ചെയ്യുന്ന നമ്മുടെ അപ്പം വെള്ളയപ്പങ്ങാടി എന്ന് പറയാം, കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഇന്നസെന്റ് പറയാ വെള്ളപ്പങ്ങാടിയിൽ ഇങ്ങനെ വെള്ളപ്പങ്ങാടി ടീം ടിം ടിം. ടീം ടീം ഇങ്ങനെ ആ വെള്ളപ്പങ്ങാടി. വെള്ളപ്പങ്ങാടിയുടെ റോഡിന്റെ തൊട്ട് ചെന്ന് മുട്ടുന്നത് ഈ സ്ഥലത്താ. രസാ ആ ഏരിയ ഒക്കെ. അല്ല, അപ്പൊ വെള്ളയപ്പങ്ങാടി വെള്ളയപ്പം മാത്രല്ല എന്നാ പറയണത്. അല്ലല്ല, വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പമാണ് മെയിൻ. കൂടെ ആ. അച്ചപ്പം, കുഴലപ്പം, സ്നാക്ക് ഐറ്റംസ് ഒക്കെ ഉം. ലൈവായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത് ആ അല്ല, അപ്പൊ ഈ സ്ട്രീറ്റിൽ അത് പറഞ്ഞ മാത്രമേ സാധനം, ഉള്ളൂ. അല്ല ഈ പറഞ്ഞ സാധനം അവിടെയല്ലേ അതെ, മീൻമുട്ട? ആ വെള്ളയപ്പങ്ങാടി റോഡില് ജസ്റ്റ് ആ അവസാനിക്കുന്ന സ്ഥലത്താണ് ഈ റെസ്റ്റോറന്റ് ഉള്ളത്. അവിടെയാണ് ഈ തീറ്ററപ്പായുടെ ഫോട്ടോ ഉള്ളത്. ടീച്ചർപ്പായുടെ ഹോർഡിംഗ് ഒക്കെ വെച്ചുള്ള ഒരു റെസ്റ്റോറന്റ്. അതിന്റെ ടൈറ്റിൽ മിസ് ഔട്ടായി. മനസ്സിലായില്ലേ? ആ, പക്ഷെ അവിടെ പിന്നെന്താ തീറ്ററപ്പായിന്റെ ഫോട്ടോ എന്തിനാ അവിടെ ടീച്ചർപ്പായുടെ വെച്ചിരിക്കുന്നത്? ഫോട്ടോ വെച്ചെന്നുള്ളൂ. അവിടെ നോർമൽ റെസ്റ്റോറന്റ് ആണ്, അവർക്ക് കാറ്ററിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ. അപ്പോ കുറച്ച് പഴയ ഒരു വീട് പോലത്തെ ഒരു ഇന്റീരിയർ ഒക്കെ, പഴയ 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 ബിൽഡിംഗ് ആണ്. പക്ഷെ ഉം ഉം. അന്യ ടേസ്റ്റ്, ആ. അടിപൊളി ടേസ്റ്റ്. അല്ല അവിടെ എന്താ ജനറലി ഞാൻ എന്താണ്? ലൈക്ക് പൊറോട്ട, ചപ്പാത്തി, നമ്മുടെ സാധാരണ റെസ്റ്റോറന്റ് കിട്ടുന്ന എല്ലാ സാധാരണ. ഐറ്റംസും കിട്ടും. ഉച്ചയ്ക്ക് ബിരിയാണി, മീൽസ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് സാധാ ദോശ സാധാ ആ ദോശ ഓക്കെ. വിത്ത് ചിക്കൻ റോസ്റ്റ്. അത് ശരി. ചിക്കൻ റോസ്റ്റ് നല്ല പെപ്പറൊക്കെ ഇട്ട് നല്ല എരിവുണ്ട്. പിന്നെ അതിന്റെ അവരുടെ കിട്ടുന്ന ചട്നിയാണ്. ആ ചട്നി ചട്നി സാമ്പാറിനൊക്കെ ടേസ്റ്റാ. ചട്നി ആ. കൂട്ടി അതിന്റെ കൂടെ ചിക്കനും കൂടെ കഴിക്കാനൊരു ഭയങ്കര ടേസ്റ്റ്. എനിക്കിപ്പോ കേട്ടിട്ട് പോവാൻ തോന്നുന്നു. ഉച്ചക്ക് ഇവിടുത്തെ 12:15. നമ്മുടെ കാരണം ഇഡ്ഡലി കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സമയത്തൊക്കെ 3 ഇഡ്ഡലി കഴിക്കാം. അപ്പൊ നമുക്ക് 11 മണിയാകുമ്പോ നല്ല വിശപ്പ് വരും. ഞാനിപ്പോ എനിക്ക് നമ്മൾ റീകളക്ട് ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു, ഓ, ഉമേഷോട് പറയണോ വിശക്കുന്നു, ഞാൻ പോയിക്കോട്ടെ. ഞാനിപ്പോ എന്താ അറിയോ ചെയ്യണത്? ഞാന് ഞാനിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. ആ. ഓഫ് കോഴ്സ് നമ്മള് ഫുഡ് ടൂർ നടത്തുമ്പോൾ കഴിക്കാം, ഉം. കുഴപ്പമില്ല. പക്ഷെ ഇൻ ജനറൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. ഉം. അപ്പൊ ഞാനൊരു രാവിലെ എണീച്ച്, പക്ഷെ ഇറ്റ് ഇസ് നോട്ട് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് അല്ല. അല്ല അല്ല അല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ രാവിലെ എണീച്ചിട്ട് ഒരു ചായ കുടിക്കും. ഉം. ചായ കുടിച്ചിട്ട് എനിക്ക് പണികൾ ഉണ്ടായിരിക്കും. ആ പണികൾ തുടങ്ങും. ഒരു 11-11:30 വരെ ഇരുന്നാല് ഞാനൊരു നല്ലൊരു പ്രോട്ടീൻ റിച്ച് ലഞ്ച് പോലെ കഴിക്കും. ഉം. എന്താ കഴിക്കാറ്? അത് എന്തെങ്കിലും മീൻസ് എനിത്തിങ് ഇറ്റ് ക്യാൻ ബി. ഇതുവരെ ഞാൻ ചോറുണ്ടിട്ടില്ല, പക്ഷെ ചോറും ചിക്കൻ കഴിച്ചില്ല. പക്ഷെ വേറെ എന്തെങ്കിലും കഴിച്ചാല് മോസ്റ്റ്ലി ചിക്കനോ അല്ലെങ്കിൽ എന്താ പറയുക, വല്ല സാൻഡ്വിച്ചോ. കൂടുതലും മീൻസ് ബ്രെഡ് ഒന്നോ രണ്ടോ ഉണ്ടാവുള്ളൂ. കൂടുതലും മുട്ട കൂടുതൽ, അല്ലെങ്കിൽ ചിക്കൻ കൂടുതൽ, അല്ലെങ്കിൽ എനി പ്രോട്ടീൻ കൂടുതൽ, അല്ലെങ്കിൽ ഈവൻ മറ്റേ ഓവർനൈറ്റ് ഓട്സ്. ഉം. ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, രാത്രി ഉണ്ടാക്കി വെച്ചാൽ അത് കഴിച്ചാല് പിന്നെ ഞാൻ ലഞ്ച് സ്കിപ്പ് ചെയ്യും. ഉം. കാരണം അതാണ് എൻ്റെ ഒരു 11:30 മണിക്ക് ഒരു നല്ലൊരു മീൽ കഴിച്ചാല് പിന്നെ ഞാൻ വൈകുന്നേരം ഒരു ചായയും പിന്നെ എന്തെങ്കിലും ഒരു സ്നാക്ക് ചെറിയതായിട്ട് കഴിച്ചിട്ട് ഒരു 7:30 മണിയാകുമ്പോഴേക്കും ഡിന്നർ കഴിക്കും. ഉം. അതോടുകൂടി കഴിഞ്ഞു. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ചെയ്യാറ്. ഉം. അപ്പൊ നല്ല. ആക്ച്വലി സ്പീക്കിംഗ്, എനിക്കൊരു 11:30 മണിക്ക് തീറ്ററപ്പായിന്റെ അവിടെ പോയിട്ട് മുട്ട കഴിക്കാമെങ്കിൽ ഏഹ്, ഐ ഡോണ്ട് മൈൻഡ്. ഏഹ്. ഓക്കെ. അത് വിട്ടാ പിന്നെ അടുത്ത്. പിന്നെ നമുക്ക് പഴയ അക്ഷയയില് ഈവനിങ്ങിൽ അവിടെ പുട്ട്, കപ്പ, അങ്ങനത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. അല്ലെങ്കിൽ ഉം. ഒരു 4:30-5 o'clock ഭാരതിൽ പോയി കഴിഞ്ഞാല്, പക്ഷെ അത് വിശപ്പിനങ്ങ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും. അതൊരു വേറെ ചാലഞ്ച്. അവരുടെ ആ, എലാടയുണ്ട്. എലാട. ആ, എലാട എന്ന് പറഞ്ഞാൽ നല്ല ചെറുതൊന്നുമല്ല, നല്ല വലിപ്പമുണ്ട് അതിന്. അതും ഒരു ബ്ലാക്ക് ടീ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി കഴിക്കണം. ഓ
ഒരു ദിവസം കൊണ്ട് നടക്കണ കാര്യങ്ങളല്ല കാര്യമല്ല അല്ലേ? അതാ 2 ദിവസം. ഉം. പിന്നെ അതുപോലെ തന്നെ പൂങ്കുന്നം ഭാഗത്ത്, അയ്യോ പൂങ്കുന്നം അവിടെ അവിടെ ഒന്നും കൊണ്ടുപോയില്ല, അത് മറന്നുപോയി. അവിടെ ഞങ്ങളിവിടെ വടക്കട വടക്കട എന്ന് പറയാം, പക്ഷെ അത് ടീ ആ സോൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ടീ സോൺ ആ ആ അവർക്ക് 2 സ്ഥലത്തുണ്ട്, ഒന്ന് പൂങ്കുന്നത്തുണ്ട്. അത് പ്യുവർ വെജിറ്റേറിയൻ. പൂങ്കുന്ന ആ ഏരിയ ഉം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് ബ്രാഹ്മിൻസും അവരൊക്കെ താമസിക്കുന്നത്, നമ്മുടെ കല്യാൺ സിൽക്സ്, കല്യാൺ ജ്വല്ലേഴ്സ് അവരുടെ ഏരിയ ആണ്. അപ്പൊ അവിടെ പ്യുവർ വെജ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇവിടെ അടുത്താ, ഡ്രൈവ് ഒരു 1 കിലോമീറ്റർ പോലും ഇല്ല. അപ്പോൾ ഞാൻ ആലോചിക്കും ഇപ്പൊ അവിടെ പോയാലോ എന്ന് ആലോചിക്കാം. അവിടെ സ്നാക്ക് ഐറ്റംസ് മാത്രം ഉമേഷ്, ഞാൻ എക്സാജറേറ്റ് ചെയ്യുന്നല്ല, മിനിമം 20 ഐറ്റംസ് ഉണ്ടാവും. കോഴിക്കാല് എന്ന് പറഞ്ഞ സാധനം വരെയുണ്ട്. കോഴിക്കാല് പോലെ ഇരിക്കും, പക്ഷെ അത് വെജാ. കപ്പ ഇല്ലേ, കപ്പ കപ്പ കൊണ്ട് ആ ഉണ്ടാക്കുന്ന ഒരു സാധനം. കപ്പ, കടലമാവ് എന്തൊക്കെയോ വെച്ച് മുക്കി വറക്കും. അത് ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാ. അവരുടെ തന്നെ ഈ ഉമേഷ് പറഞ്ഞ പരിപ്പുവടയും അവിടുത്തെ ഇക്ക സോ റിയാസ് എന്ന് പറയും. ഇക്ക ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പേഴ്സണാലിറ്റിയാണ്. ഇക്ക മലേഷ്യൻ പ്രൈം മിനിസ്റ്ററുടെ സ്റ്റാഫായിരുന്നു. ഓക്കെ അപ്പോ ഓക്കെ. അവിടെ നിന്നൊക്കെ വന്ന് അപ്പൊ പിന്നെ ഞങ്ങൾ ഭയങ്കര ഹാർഡ് വർക്കാണ്. അറിയാവുന്നതാണ്. രാവിലെ 3:30 ആള് മാർക്കറ്റിൽ പോകും. 3:30 വർക്ക് തുടങ്ങുന്ന കട 5 മണിക്ക് തുറക്കും. അപ്പൊ ആള് പെരിങ്ങോട്ടുകരക്കാരനാ. അപ്പൊ പെരിങ്ങോട്ടുകരയിൽ നിന്നുള്ള ഓർഗാനിക് ലൈക്ക് നാടൻ വാഴപ്പഴം, നാടൻ പഴം കൊണ്ടാണ് അവിടെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുക. അപ്പൊ അവിടുത്തെ പഴംപൊരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പഴംപൊരി ഈവനിങ്ങിലേ കിട്ടുള്ളൂ, രാവിലെ ഉണ്ടാവാറില്ല. ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ രാവിലെ ഇതുപോലെ എഗെയിൻ വട, പരിപ്പ് വട, പിന്നെ അട തന്നെ തരം ഒരു 4 ഐറ്റം ഉണ്ടാവും. ഇലയട, ചക്ക അട, പിന്നെ പഴം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വഴനാന്ന് വൈഫൊക്കെ പറയും, വഴനയല്ല എന്ന് പറയും. നമ്മുടെ ഈ ഇതില്ലേ, എന്ത് ലീഫാ, ബേ ലീഫില് മടക്കി മനസ്സിലായി മനസ്സിലായി. വെച്ചുണ്ടാക്കുന്ന ആ ചക്ക ഉണ്ടാവും, പഴം ഉണ്ടാവും, പിന്നെ ഇലയട, അറിയാം അറിയാം. പിന്നെ കൊഴുക്കട്ട. അങ്ങനെ ആവിയിൽ വേവിച്ചൊരു 5-6 ഐറ്റംസ് ഉണ്ടാവും, ഹെൽത്തി വേർഷൻ. ഞാനത് കഴിക്കും, പിന്നെ ഇടയ്ക്ക് വട കഴിക്കും. കുറച്ച് വട അൺഹെൽത്തി തന്നെ കഴിക്കും. ക്യാബേജ് വട, സവാള വട, ഉള്ളിവട, പരിപ്പ് വട, ഉഴുന്നുവട ഉണ്ടാവും. ബോണ്ട, എനിക്ക് റീസെന്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ഉള്ളിവട കേട്ടോ. ഉള്ളിവട, ഓഫ്, ഉള്ളിവടയിൽ നിറച്ച എണ്ണയായിരിക്കും, അതെ കടലമാവ് അതെ ഉണ്ടാവും, അതെ അതെ. പക്ഷെ ഭയങ്കര ടേസ്റ്റ് അത്. ഉം. ഇവിടെ ഏം, നമ്മുടെ നമ്മള് ഷൊർണൂർക്ക് പോകുമ്പളേ ആ അവിടെ ഒരു മധുരൈ ഇഡ്ലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ മധുര ഇഡ്ലി അല്ല, സോറി, മധുര മധുര. അതാണ് തോന്നുന്നു. ആ ആ തന്റെ എവിടേക്ക് പോണ സെയിം വഴി ജോസേട്ടൻ കമ്പനിക്ക് പോണ അവിടെ ജോസേട്ടൻ തന്നെ. ഞാനവിടെ ലാസ്റ്റ് ടൈം പറഞ്ഞല്ലോ ജോസേട്ടന് ആ പോവാന്ന്. അത് ഭയങ്കര തോൽവിയായിരുന്നു. തോൽവിയല്ല, ആ. ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവിടുത്തെ എന്തായിരുന്നു കഴിച്ചത്? അതെന്തോ വൈഫിനൊന്നും അങ്ങ് പിടിച്ചില്ല. അല്ല, എന്താ കഴിച്ചത്? അവര് ഞാൻ ഇതാ കഴിച്ചത്. ഞാൻ ഫിഷ് ഐറ്റംസ് കഴിച്ചിരുന്നു, ബിരിയാണി കഴിച്ചിരുന്നു. എനിക്ക് ബിരിയാണിയും ഒക്കെ ഓക്കെ ആയിരുന്നു. ഫിഷ്, കാളാഞ്ചിയൊക്കെ, അവിടുത്തെ സീ ഫുഡ് ഒക്കെയാ, മെയിൻലി സീ ഫുഡാന്ന് തോന്നുന്നു. സീ ഫുഡൊക്കെ നല്ലതായിരുന്നു. പക്ഷെ വൈഫിന് അത്ര ഇഷ്ടപ്പെട്ടില്ല ആ ഏരിയ, ആ സ്ഥലം. ഇഷ്ടപ്പെട്ടില്ല. ആ ആ എനിക്ക് ആ, എനിക്ക് അപ്പൊ ഈ ഓക്കെ ആയിരുന്നു, മധുര അളിയനൊക്കെ ഓക്കെ ആയിരുന്നു. അവിടുത്തെ സീ ഫുഡാണ് കുറച്ചുകൂടെ ബെറ്റർ, കാളാഞ്ചി ഫ്രൈ ആ ഒക്കെ. ശരി. ആ ശരി. അപ്പൊ ഈ മധുര ആ, എന്താ അതിന്റെ പേര് എനിക്ക് ഓർമ്മയിട്ടില്ല. മധുര ദോശ, അങ്ങനെ എന്തോ എന്തോ ആ പോകുന്ന അങ്ങനെ എന്തോ വഴിക്കാണ്, ഒരു അതായത് ഇതിന്റെ പേര്. ഷൊർണൂർ പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിലുള്ള റെസ്റ്റോറന്റ് ആണ്. അതെ വെജ് അതെ. റെസ്റ്റോറന്റ് ആണ്. ആ റീസെന്റ് ആയിട്ട് തുടങ്ങിയതാ അല്ലേ? അല്ലല്ലല്ല, ആ കുറച്ചു കാലായി. കുറച്ച് പറയുന്ന 2 years. അല്ലല്ലല്ല. ഇത് പഴയ ഇ- റെസ്റ്റോറന്റ് ആണോ അതോ? ഇതിപ്പോ നമ്മള് തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂർക്ക് വരുമ്പോ ആ ആ ബൈപ്പാസിലേക്ക് പോണ ഒരു റൈറ്റ് ഒരു ഇതില്ലേ, ആ ജംഗ്ഷൻ ഇല്ലേ? ആ ആ ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ റൈറ്റ് സൈഡിൽ. ഓ, അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമല്ല, ഞാൻ ഷൊർണൂർ ആ ഒന്നും അത് എത്തണ്ട. ഉം. മധുര എന്നാണ് അതിന്റെ പേരെന്നാണ് എനിക്ക് എന്റെ ഓർമ്മ. ഉം. അവിടെ അവിടെ ഈ റെസ്റ്റോറന്റും ഉണ്ട്, പിന്നെ ഒരു ടീ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പുറത്തൊരു സ്ഥലമുണ്ട്, ഉം. അവരുടെ തന്നെ. ഉം. ഈ ടീ ഷോപ്പിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലുള്ള കുറെ, പക്ഷെ 20 ഐറ്റം ഒന്നും ഇല്ല. പക്ഷെ ഒരുവിധം ചെന്നാല് നമുക്ക് ട്രൈ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, നല്ല ചായയും ഉം. വടകളും ഒക്കെ. അപ്പൊ പിന്നെ ഞാൻ ഒരു സ്നാക്ക് പ്രാവശ്യം ഐറ്റം ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് മുതിര, ചെറുപയറ്, അതൊക്കെ അതൊക്കെ സ്നാക്കായിട്ട് കൊടുക്കും. മറ്റേ ഇത് പിന്നെ കൂർക്ക് സുഗിയൻ കൂർക്ക് സുഗിയന. കൂർക്ക, സുഗിയൻ, അതൊക്കെ ഉണ്ട്. അതൊക്കെ കൺവെൻഷണൽ ആയിട്ടുള്ള സാധനങ്ങള്. അത് ആ, കൂടാതെ പനീർ കൊണ്ടുണ്ടാക്കിയ സംഭവങ്ങൾ ഉണ്ടാവും. വളരെ വെറൈറ്റി, ഭയങ്കര വെറൈറ്റി. ഇതേപോലെ കൂർക്ക തോരൻ, അത് സ്നാക്കായിട്ട് ഉം. കൊടുക്കുന്നു. കൂർക്കയൊക്കെ നല്ല കൂർക്ക കഴിച്ചിട്ടുണ്ടാ? പിന്നെ കൂർക്കയും ബീഫും ഭയങ്കര ഫേമസ് അല്ലേ നമ്മുടെ അടുത്ത്. ആ, അപ്പൊ കൂർക്ക.
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലുലു ഉണ്ടല്ലോ, ലുലു ലുലു ആൻഡ് ഹയാട്ട് റീജൻസി. ഹയാട്ടിന്റെ ഓപ്പോസിറ്റ് ഇവരുടെ ടീസോണ്ട് നോൺ വെജ് പ്ലേസ് ഉണ്ട്. ആ, അതും അതും ഭയങ്കര, അവിടെയും ഭയങ്കര വെറൈറ്റിയാ. ആ. അവിടുത്തെ ചിക്കൻ കട്ട്ലേറ്റ് ഒക്കെ നല്ല ഭയങ്കര ഫില്ലിങ്ങാ. അപ്പൊ അങ്ങനെ ടീ ഷോപ്പുകളും ഇതൊക്കെ പുതിയ പുതിയ വെറൈറ്റികളും കുറെ ഉണ്ട്, കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അടുത്ത പ്രാവശ്യം വരുമ്പളേ ഒരു ഓവർനൈറ്റ് സ്റ്റേ പ്ലാൻ ചെയ്യും. അത് നോക്കാം, അറിയില്ല. പക്ഷെ നമുക്ക് ഈ അലങ്കാരം ഒന്നും വിട്ടുപിടിക്കാം. അതെ അതെ. ആ ആ, ഈ ഈ ഈ പറഞ്ഞ സ്ഥലത്തോ അല്ലെങ്കിൽ വേറെ പല എവിടെയെങ്കിലും നമുക്ക് സ്ഥലങ്ങളിലൊക്കെ ഒന്ന്. പോണം. അതെ ഉം. അതെ അതെ. അതെ അതെ അതെ. അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്ന്, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിൽ ഞാനൊരു തെറ്റ് സംഭവിച്ച ഒരു തിരുത്ത് ഞാൻ ആ ആ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ജയ കണ്ടു. പാലസ്. ആ ജയ പാലസ് ആണ് അത്. ഇപ്പൊ ഉണ്ടോ അറിയില്ല ജയ പാലസ്. പക്ഷെ ഞാൻ ദേവി എന്നാ പറഞ്ഞു, ഞാൻ അതെ അതെ അതെ. തെറ്റിട്ട് ആ പേര് ഞാൻ തെറ്റി പറഞ്ഞു. പക്ഷെ ആ ജയ പാലസ് ആണ് ഞാൻ ജയ ഉദ്ദേശിച്ചത്. പാലസ് ബേക്കറി ആയിട്ടുണ്ട്. അത് കുറച്ചും കൂടെ മോഡേൺ ആക്കി. കുറുപ്പൻ ആ, റോഡ് തുടങ്ങുന്ന സ്ഥലത്ത്, കുറുപ്പൻ റോഡിന്ന് ആ, അതിപ്പോ റെയിൽവേ സ്റ്റേഷനൊക്കെ വരണേ കുറുപ്പൻ റോഡ് കയറി റൗണ്ട് ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് ആ കോർണറിൽ ഉം. ലെഫ്റ്റ് സൈഡിൽ ജയ പാലസ് ബേക്കറി ഞാൻ കണ്ടിട്ടുണ്ട്. ജയ ബേക്കറി അല്ല, ജയ പാലസ്. ഓക്കെ. അവിടുത്തെ അവിടുത്തെ റസ്ക് ഒക്കെ ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ഡിഫറെന്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. റസ്ക് സ്നാക്കുകള് മേ ബി ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷെ ഇവിടെയൊക്കെ പാർക്കിംഗ് ആണ് ഒരു ചലഞ്ച്. അവിടെ ആ ഏരിയയിൽ പോകേണ്ട കാര്യമുണ്ട് എനിക്ക്. അതെന്താ എന്താ ചെയ്യാന്ന് വെച്ചാലേ, എനിക്ക് തോന്നുന്നു ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാല്, ഞാൻ ആ റൗണ്ടിൽ ഒരു പാർക്കിംഗ് ഉണ്ട് അവിടെ പോയിട്ട്, അത് സത്യം, അതായത് ഞാനത് ചെയ്യാം. ഇതില്ലേ മറ്റേ പേ മൈതാനല്ലേ, ആൻഡ് പാർക്ക്. അതെ, ആ, അവിടെ പോയി പാർക്ക് ചെയ്തിട്ട് പിന്നെ നടന്നിട്ട് ഓട്ടോ പിടിച്ചിട്ടൊക്കെ പോയി പരിപാടികളൊക്കെ ഞാനത് തീർത്തിട്ട്. അതാ ചെയ്യാ. ഇപ്പോഴത്തെ ട്രാഫിക് ഉം. ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് തൃശ്ശൂർ, ഭയങ്കര ട്രാഫിക്. പ്ലസ് മഴയും കൂടെ ഉം. പെയ്യുമ്പോഴേ ഉം. അങ്ങനെ ഒരു ചെറിയ ചാലഞ്ച് ഉണ്ട്. അത് തന്നെ എപ്പോഴും ചെയ്യാറ്. ഓക്കെ. ഉം. ഒരു കാര്യം പറയാന്ന് വിചാരിച്ചു. നമ്മുടെ ലോഗോ ഉണ്ടല്ലോ, കുബേരയുടെ. അതിൽ ഇത്തിരി ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. അല്ല, ഓക്കെ. ആ PBC. ആ ആ, നമുക്ക് ലോഗോ ആയിട്ട് ഒരു ഇല്ല എന്നും. ഒരു ഇത് ഓപ്പൺ ചെയ്യോ, ആ അതായത് സെർച്ച് ചെയ്യുക, ആ മാ ബെഹൻ. അതൊരു സിനിമയാണ്. ആ MAABEHEN. ഓക്കെ. ആ ഐപാഡ് സെർച്ച് ചെയ്യാം. അപ്പൊ ആ, അതിന്റെ ടൈപ്പ് ടൈപ്പ് ഫേസ് ഒന്ന് നോക്കി നോക്കൂ. ആ അതായത് ആ ഒരു മഞ്ഞ മാ ബെഹൻ. നോക്കി നോക്കൂ. ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, ഗൂഗിൾ ഇമേജസിൽ ഇട്ടാൽ മതി, ആ വരും. മാ ബഹൻ അല്ലേ? ആ, ഒന്നോ. മാ ബഹൻ. ഉം. അതെ. ആ അപ്പൊ അതില് ഒരു യെല്ലോ ഫോണ്ടില് ഒരു റെഡ് 3D ഓറഞ്ച് പോലെ ഓറഞ്ച് അതെന്നെ ഉണ്ട്. ഓറഞ്ച്. ആ ആ, ആ അപ്പൊ എന്റെ ഒരു അതെ, അപ്പൊ ആ എന്റെ ഒരു ഐഡിയ എന്താ വെച്ചാല്, ആ ഇതേ സ്റ്റൈലില് ആ നമ്മുടെ പൊറോട്ടയും ബീഫും ആ ചൂട് ചായയും ആ എഴുതുക. ആ ഓക്കെ, പ്രോബബ്ലി ഇതേ, ആ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദിസ് കളർ ആ ഓൺലി. പക്ഷെ ഇതേ സ്റ്റൈലില്, ആ ഇപ്പൊ അതായത് ബീഫ് നമ്മൾ വേറെ കളറൊന്നും ആക്കണ്ട, ആ സെയിം കളർ തന്നെ. ആ ഓക്കെ, പക്ഷേ ലെറ്റ്സ് പ്ലേ വിത്ത് ദ ബാക്ക്ഗ്രൗണ്ട് കളർ. ഇപ്പൊ ആ ഈ പോസ്റ്റർ തന്നെ നോക്കും, ഈ ഗൂഗിൾ ഫോട്ടോസിൽ പോയി നോക്കിക്കഴിഞ്ഞാല്, ആ ഈ ലോഗോ സെയിം ആണെങ്കിലും പോസ്റ്ററിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്. അതെ ചില അതെ. സമയത്ത് ഗ്രീൻ ആയിരിക്കും, ചില സമയത്ത് കോംപ്ലിമെന്ററി കളേഴ്സ് ഉപയോഗിക്കണം. ഗ്രീനും ആ ടർക്കോയിഷ് ഒക്കെ ഉപയോഗിച്ചിരിക്കും. ആ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ആ അപ്പൊ നമുക്ക് എന്താ ചെയ്യുക വെച്ചാല്, എവറി എപ്പിസോഡിന് നമുക്ക് വേണം വേണം. വേണമെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ അറിയാം, അത് ചെയ്യാം. അതൊക്കെയല്ലേ പക്ഷെ ഒരു ഫൺ. ആ പക്ഷെ ഈ എന്താ പറയാ, നമ്മുടെ ലോഗോ അങ്ങനെ തന്നെ നിൽക്കുക, ആ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് എപ്പിസോഡ് ഓക്കെ. ഓരോ അതായിട്ട് വരുമ്പോൾ. ആ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആ എനിക്ക് തോന്നുന്നു നന്നായിരിക്കും, കുറച്ചും എടുത്ത് നിൽക്കും ഈ നമ്മുടെ പേര്. ഓക്കെ. ഓക്കെ. അല്ല, എനിക്ക് പിന്നെ ഒരു എന്റെ സാധനം കൂടി. പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഈ കോംപ്ലിമെന്ററി കളേഴ്സ്. ആ കളർ വീലിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പൊ യെല്ലോ ഓറഞ്ച് ആ റെഡിഷിന്റെ ഓപ്പോസിറ്റ് വരുന്ന അതെ ടർക്കോഷ് ഗ്രീനും അത് ഉപയോഗിക്കാം. അതെ അത് അതെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആ ഓക്കെ. അപ്പൊ നമ്മൾ എന്താ പറയാ, നമ്മൾ കോപ്പി അടിക്കാന്നുള്ള എന്താ പറയാ, ഇതൊന്നും വേണ്ട. ഇല്ല ഇല്ല എന്താ ഇല്ല, പറയാ, അങ്ങനെ ഇല്ല. എന്താ പറയാ, ഗ്രേറ്റ് ഗ്രേറ്റ് ഡിസൈനേഴ്സ് സ്റ്റീൽ. ആ. പിന്നെ ഒരു സാധനം കൂടി വേണം, ആ. നമ്മുടെ ചാനലിന് ഒരു ഒരു വേണം വേണം. DP വേണം. DP വേണം. അപ്പോ അപ്പൊ നമ്മൾ PBCC എന്നാണ് അല്ലേ നമ്മുടെ ഒരു. ആ ആക്ച്വലി PBC എന്ന് പറഞ്ഞ പോഡ്കാസ്റ്റ് വേറെ ഉണ്ട്. അത്
അത് പി ബി പാട്രിക് സി ബെറ്റ് അല്ല. ഡേവിഡ് ആണോ? നമ്മൾ അത് PBD ആ, നം- BBC അല്ല. ആ പാട്രിക് ബെറ്റ് ന- ഡേവിഡ് അറിയോ? അല്ല, അറിയില്ല. ആ, അത് ഒരു US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് മാന്റെ പോഡ്കാസ്റ്റ് ആണ്. അയാളെ ഉം. പാട്രിക് ബെറ്റ് ഡേവിഡ്, PBD അത് പോഡ്കാസ്റ്റ്. ശരി. BBC എന്ന് ആ സെർച്ച് ചെയ്താലൊന്നും നമുക്ക് നമ്മുടെ ചാനലിൽ നമ്മുടെ അല്ല, പോഡ്കാസ്റ്റ് അത് വരില്ല. സാരല്ല, ആ. വേണമെന്നില്ല. ഞാൻ പറയണത് വേണി ഒരു പി ഇതിന്ന് അതെ, ഡിറൈവ് ചെയ്തിട്ടുള്ള ചെയ്യാവുന്നതാണ്. ഒരു PBCയോ ചെയ്യാവുന്നതാണ്. PBCCയോ ആ ആ ചാനലിന്റെ DP ആ ആയിട്ട് നമുക്ക്. ആ തമ്പനയിൽ നമ്മള് ഈ ഗോൾഡൻ ഓറഞ്ച് അല്ലെങ്കിൽ ഗോൾഡൻ യെല്ലോ കളറിൽ വൈറ്റ് ഉപയോഗിച്ചുകൊണ്ട്, പിന്നെ നമ്മുടെ ഇത് ഗ്രേ സ്കെയിലാണല്ലോ നമ്മുടെ രണ്ടുപേരുടെയും ആ ഫോട്ടോസ്. അപ്പൊ അതുകൊണ്ട് ആ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. കോൺട്രാസ്റ്റ്, ആ നല്ല കോൺട്രാസ്റ്റ് ഉള്ളതുകൊണ്ട് തമ്പനയിൽ ആ വർക്ക്സ്. സ്ക്രോൾ ചെയ്യുമ്പോൾ ആ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാവുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് തന്നെ ആ ചെയ്തതാണ്, ഡെലിബറേറ്റ് ചെയ്തത്, ആ ആക്സിഡന്റ് ഒന്നും ആയിരുന്നില്ല. ആ പിന്നെ ടിവിയിലൊക്കെ സ്ക്രോൾ ഔട്ട് ചെയ്യുമ്പോൾ ഇത് കാണുന്നുണ്ട്. ഓക്കെ. ഞാൻ ഓക്കെ, ഞാനൊരു ടിവിയിൽ ഒരു കാണുമ്പോ അച്ഛൻ ചോദിച്ചൂടാ ഇതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ പിന്നെ കാണിച്ചു കൊടുക്കും. കാരണം നമ്മള് എന്താ പറഞ്ഞു, ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഫുള്ളി ഇരുന്ന് കാണുന്നില്ല. ഞാൻ അങ്ങനെ ഓടിച്ചോടിച്ചോടിച്ചോടി, കാരണം സമയക്കുറവുണ്ട്. അപ്പൊ എങ്ങാനും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ അച്ഛൻ നമുക്ക് അറിയില്ല. അപ്പൊ അച്ഛൻ പിന്നെ ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റിക്കുന്നു. അച്ഛനാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടുന്നവരെ എന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. ഫോളോ അപ്പ്, ഭയങ്കര ഫോളോ അപ്പാ. ഇപ്പൊ ഇവിടെ നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ് എന്റെ ആ, വൈഫ് കണ്ടത് ടിവിയിലായിരുന്നു. ടിവിയിലായിരുന്നു. ആ, ഓക്കെ. അപ്പൊ അത്ര മോശമൊന്നും, അത്ര ഇനി ക്വാളിറ്റി ലെസ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. അല്ല അല്ലേ? ആ അല്ല അല്ല അല്ല. പിന്നെ അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ വിവേക്, തിരുത്ത് പറഞ്ഞ ആ വിവേക് ഇല്ലേ, പറഞ്ഞ. ആ, അയാളും കണ്ടത് ടിവിയിലാ. അപ്പൊ ടിവിയിലാ. പറഞ്ഞു നന്നായിട്ടുണ്ട്, നന്നായിട്ട് ആ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓഫ് ആ. കോഴ്സ് ആ 4K ക്ലാരിറ്റി ഒന്നും ഇല്ല, കാട്ടില്ല. പക്ഷെ അത്ര മോശവും ഇല്ല. ഞാൻ എഡിറ്റ് ചെയ്യുന്ന 4K സ്ക്രീനിലാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ഓ, ബുദ്ധിമുട്ട് തോന്നും. പിന്നെ മാക്കിലാണ്. ഐഫോണിൽ കാണുമ്പോ ഓക്കെ ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നു. ആ ആ ആ ആ. അല്ല, ഞാൻ പറയണത് ടിവിയിൽ അത്ര മോശം, ഞാൻ വിചാരിച്ച അത്ര മോശം ആ ഇല്ല. ആ ഓക്കെ. ഞാൻ എന്താ പറയാൻ വന്നു മറന്നു. നമ്മള് ആ തമ്പനയിലെ ആ കാര്യം ആ പറയും. ഓക്കെ. ഞാൻ എന്താണ് ആക്ച്വലി ഇപ്പൊ ഈ ആ പറഞ്ഞ വിവേകിന്റെ ആ ഫാമിലി അച്ഛന്റെ അമ്മയുടെ അടുത്തേക്കും പോയിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പേ. ആഹാ അപ്പോ അപ്പോ എന്റെ അച്ഛന്റെ അമ്മയുടെ ആ അടുത്തേക്ക്. അപ്പൊ അവര് ചോദിച്ചു, ആ ഉമേഷ് ഒരു പുതിയ പോഡ്കാസ്റ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടോ കണ്ടില്ല. അയ്യോ. ഞാൻ അച്ഛനമ്മയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ഓക്കെ. കാരണം ഇപ്പൊ ഇതേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഇതാവണ്ട. അതെ. കാരണം നമ്മളെ അപ്പോ അപ്പൊ അവര് പറഞ്ഞു, "ഏയ് ഇല്ല, അവനൊന്നും പറഞ്ഞില്ലല്ലോ." അപ്പൊ അപ്പൊ ഇവര് ഇല്ല ഇല്ല, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോയി. ഉം അടുത്ത് തന്നെ എനിക്ക് കോള്, ഉം ഉമേഷ്, അവർക്ക് എന്താ പോഡ്കാസ്റ്റ് എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പൊ അറിയില്ല. അവരെന്താ വിചാരിച്ചു, ഉമേഷ് യൂട്യൂബിൽ വന്നു. യൂട്യൂബിൽ വന്നു. ആ ആ യൂട്യൂബിൽ വന്നു. അപ്പൊ ഉമേഷ് യൂട്യൂബിൽ വന്നു എന്ന് കേട്ടൂലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ആ അത് ഞാൻ ഒരു തമാശക്ക് ഒരു ഫ്രണ്ടായിട്ട് അങ്ങനെ. അല്ല, അപ്പൊ ഞങ്ങൾക്കൊക്കെ അതൊന്നും ആവശ്യം. നിങ്ങൾക്കൊന്നും ഇഷ്ടമാണ്. അതിലൂടെ പബ്ബിൽ പോയ കാര്യമൊക്കെ പറയുന്നുണ്ട് പക്ഷേ. അതെ അതെ അതെ, എന്തിനാ എന്തിനാ വെറുതെ. അല്ല, ഓഡിയോ ഗ്യാനില് സത്യം പറഞ്ഞ ആ കേദാർ നിംകർ ആണ് ലെജൻഡ്. ഇവന്മാരൊക്കെ ഈ പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ഓഡിയോ ഗ്യാൻ ആ തുടങ്ങിയിട്ട് സ്- ആ ആളാണ് കേദാർ അല്ലേ? എനിക്ക് ഇപ്പോഴും കേദാറിന്റെ ഉമേഷ് എപ്പിസോഡൊക്കെ ഓർമ്മയുണ്ട്. അത് 2017 അല്ലെ, 8 കൊല്ലം മുമ്പ് തുടങ്ങിയതാ. അത് നമ്മൾ ഇത് ന്യൂട്ടൺ വിട്ട സമയത്ത് ആ അല്ല, ഉം. കേദാർ തുടങ്ങിയതേ, കേദാർ തുടങ്ങിയത് പോഡ്കാസ്റ്റ് കേദാർ തുടങ്ങിയിട്ട് തുടങ്ങിയത് അതിനു മുമ്പ് സ്റ്റുഡിയോയിലൊക്കെ വളരെ പക്ഷെ നന്നായിട്ട് ആ ഞാൻ പറഞ്ഞില്ലേ, ഞാന് പോഡ്കാസ്റ്റ് കേൾക്കാൻ തുടങ്ങിയ സമയം തന്നെയായിരുന്നു ഓഡിയോ ഗ്യാനും വന്നത്. വന്നത്. ആ ഞാൻ പറഞ്ഞില്ലേ, ഞാന് സീൻ ആൻഡ് അൺസീൻ ഒക്കെ സീൻ കേൾക്കാൻ ആൻഡ് തുടങ്ങിയില്ലേ, ആ ആ സമയത്ത് തന്നെയായിരുന്നു ഓഡിയോ ഗ്യാനും ഒക്കെ ഉണ്ടായിരുന്നത്. ഉം ബട്ട് ഞാൻ ഓഡിയോ ഗ്യാനിലേക്ക് എത്തിയത് എങ്ങനെയാ വെച്ചാൽ, ഞാൻ ന്യൂട്ടൺ കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരാനിരുന്നപ്പോ സുനീത് സിംഗ് ഇല്ലേ, നമ്മുടെ ക്ലിയർ ഉം ട്രിപ്പിലെ ആ ആ സുനീത് സുനീത് സിംഗിനെ കണ്ടിട്ട് ഒരു ടാറ്റൊക്കെ പറയാൻ വേണ്ടിയിട്ട് മൂപ്പരുടെ ഓഫീസിൽ പോയി. ഉം അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് അപ്പൊ ഇങ്ങനെ ഓരോ ന്യൂട്ടണിലെ കാര്യങ്ങളൊക്കെ മൂപ്പര് ചോദിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോ മൂപ്പർക്ക് ഇൻട്രസ്റ്റ് ആയപ്പോ മൂപ്പര് എന്ത് ചെയ്തു, ഈ കേദാറിനെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞു. ഓ, അങ്ങനെയാ വന്നല്ലേ? അങ്ങനെ കേദാർ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് നമുക്കൊരു എപ്പിസോഡ് ഇട്ടാലോ ഉം ഇതിനെ കുറിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയാണ് ആ എപ്പിസോഡ് വന്നത്. പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങൾ കോണ്ടാക്ടിൽ ആണ്. ഇപ്പൊ ഇന്നാള് ഞങ്ങളൊരു 2 എപ്പിസോഡ് ചെയ്തു. ആ ആ
അപ്പൊ ആക്ച്വലി ഞങ്ങളൊരു ഓഡിയോ ക്യാനിലോ? ഓഡിയോ ഗ്യാൻ തന്നെ, പക്ഷെ ഓഡിയോ ഗ്യാനിൽ ഒരു ഓഡിയോ ഗ്യാന്റെ ഫോമാറ്റ് എങ്ങനെയാ വെച്ചാൽ അയാളൊരു ഗസ്റ്റിനെ വിളിച്ചിട്ട് അയാളോട് സംസാരിക്കണം. അപ്പൊ അതെ ഗസ്റ്റ് അതെ ആണ് ഗ്യാൻ തരുന്നത് ആക്ച്വലി. ഗ്യാൻ തരുന്നത്. ഓക്കെ ഓക്കെ. അല്ലെ, ഇവൻ ചോദിക്കുന്നു പക്ഷെ ഗസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് വേറൊരു ഫോമാറ്റും കൂടി വേണം. നമ്മൾ രണ്ടുപേരും കൂടി സംസാരിച്ചിട്ട് അതൊന്ന് വല്ല ഗ്യാൻ വരുമെങ്കിൽ വന്നോട്ടെ എന്നുള്ള ലെവലില്. അപ്പോ ആൻഡ് വി കോൾഡ് ഇറ്റ് എന്താ പറയാ, ഓഫ് ഗ്രിഡ്. ഓഫ് അപ്പോ ഗ്രിഡ്. ഓഫ് ഗ്രിഡ് ഒരു ഫാഷൻ ബ്രാൻഡ് അല്ലേ? അല്ല, അപ്പൊ ഇതിന്റെ പേര് ഇപ്പൊ അതിന്റെ പേര് ഓഡിയോ ഗ്യാൻ അല്ല, ഓഡിയോ പ്രൊജക്ട് അല്ല, സോറി, ഗ്യാൻ പ്രൊജക്ട് എന്നാണ് ഗ്യാൻ ഇപ്പൊ. പ്രോജക്റ്റ്. യെസ്. ആ, അപ്പൊ ഗ്യാൻ പ്രോജക്ട് ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഒരു സ്പിൻ ഓഫ് സീരീസ് ഉണ്ട്. അതിലാണ് ഓക്കെ. ആദ്യത്തെ 2 എപ്പിസോഡിൽ ഞാൻ വന്നത്. അത് ലിങ്ക് അയച്ചു. ഞാനത് എന്തോ ഫോളോ കണ്ടില്ലേ? ചെയ്തോണ്ടോ അൽഗോരിതം ആയിരുന്നു. ആ, അത് ചാനല് മറ്റേ ഗ്യാൻ ഗ്യാൻ പ്രൊജക്ടിന്റെ പ്രോജക്റ്റ് നോക്കിയാൽ യൂട്യൂബ് മതി അല്ലേ? ചാനല്. ആ, അയാളുടെ അത് നമ്മൾ ചെയ്യുന്ന മാതിരി ചെയ്തിട്ടില്ലേ, നമ്മുടെ പോഡ്കാസ്റ്റ് ആയിട്ട് അയാള് ആ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ വരുന്നുണ്ടാവില്ല. യൂട്യൂബിലുണ്ടല്ലോ. അതെ. അപ്പൊ ഉമേഷ് യൂട്യൂബിൽ വന്നത് പണ്ടേ യൂട്യൂബിൽ വന്നതാ അല്ലേ? ഇപ്പോഴൊന്നും അല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വന്നു പോ. ആ, ആ. ഇവിടെ ഇപ്പോ ഏർലി രാത്രിയാവും. അപ്പൊ ഇവിടെ ഒരു 5 മണിയായിട്ടേ ഉള്ളൂ, പക്ഷെ ഓൾറെഡി ഇരുട്ടായി തുടങ്ങി. ഇരുട്ടായി. ഒരു 6:30 ആ, ഒക്കെ ഫീൽ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയുണ്ടോ, നമ്മള് 1 മണിക്കൂർ ഇരുന്നപ്പോഴും നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു. ഈവൻ നമ്മുടെ സെക്കൻഡ് എപ്പിസോഡിലും നല്ല ലൈറ്റ് ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ ലൈറ്റ് പോയി. അപ്പൊ അതാ എനിക്കൊന്ന് ഓക്കെ. 5 മണി. പിന്നെ ഇപ്പൊ നമ്മൾ ലോഗോ കഴിഞ്ഞു. പിന്നെ ഒരു ഐറ്റം, തംബ്നെയിൽ, തംബ്നെയിൽ, ലോഗോ, ഡിസ്പ്ലേ പിക്ചർ ഒക്കെ. പുതിയ പുതിയ ടെർമിനോളജി. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് ഇതായിരുന്നു, എന്താ പറയാ, AI യൂസേജ് എങ്ങനെയൊക്കെയാണ്. എത്രത്തോളം AI ഉപയോഗിക്കുന്നുണ്ട് അറ്റ് വർക്ക്? നമ്മള് പല പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ ഇപ്പൊ ഞാൻ പേഴ്സണലി ഞാൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരുപാട് ഞാനൊരു ഡിസൈനർ ആണെങ്കിലും നമ്മുടെ ടീമിലെ എല്ലാവരും കസ്റ്റമർ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ കസ്റ്റമർ സപ്പോർട്ടിന് ഒരു മെയിൻ ഹെൽപ്പ് ഉണ്ട് ഈ AI-ന്റെ. എങ്ങനെയാ വെച്ചാൽ AI റിപ്ലൈ ചെയ്യല്ല. അതായത് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഹെൽപ്പ് സ്കൗട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളാണ് കസ്റ്റമർ സപ്പോർട്ട് ചെയ്യാൻ. പക്ഷെ അതിലുണ്ട് ഒരു AI റിപ്ലൈ ഒക്കെ ഉണ്ട്. അത് അല്ലിപ്പൊളിയാണ്. അതൊരു വായ തോന്നിയതൊക്കെയാണ് അതിൽ വരിക. അത് നമ്മൾ ചെയ്യാറില്ല. പക്ഷെ നമ്മള് ഒരു എന്താ പറയുക, ഒരു നല്ലൊരു റിപ്ലൈ നമ്മൾ ടൈപ്പ് ചെയ്താലും അതിനെ ഒന്ന് ChatGPT വഴി ഒന്ന് പെരട്ടി എടുത്തു കഴിഞ്ഞാൽ അതിനെ ഒന്നും കൂടി നന്നാക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഒരു ഗുണം എന്താന്ന് വെച്ചാല്, ഓഫ് കോഴ്സ് നമ്മുടെ എന്തെങ്കിലും തെറ്റോ പിടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിയാക്കി എടുക്കും, അതിനൊന്ന് വൃത്തിയാക്കി എടുക്കും. അത് എന്ന് മാത്രമല്ല, ChatGPTക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനും പറ്റും. അപ്പൊ കോണ്ടെക്സ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ നൗ ChatGPT is so good. നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അത്രയ്ക്കും അറിയാൻ. കാരണം പിന്നെ അതുമല്ല, ഞാൻ ഡിസൈൻ ചെയ്യുമ്പോൾ എനിക്ക് ChatGPT ആയിട്ട് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ കഴിയുന്നുണ്ട്. അല്ല, ഞാൻ എല്ലാം യൂസ് ചെയ്യും. ChatGPT ആണ് എൻ്റെ അഭിപ്രായത്തിൽ കൂടുതലും കോപ്പി ഓർ കണ്ടന്റ്, അതായത് ടെക്സ്റ്റ് പ്രോസ്, എനിക്ക് തോന്നുന്നു ChatGPT ആണ് നല്ലത്. ഓക്കെ, ക്ലോഡ് മോശമെന്നല്ല പറയണത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളൊരു ആർട്ടിക്കിൾ എഴുതുകയാണ് അല്ലെങ്കിൽ ഒരു ഇതില് ChatGPT ആണ് കുറച്ചും കൂടി നന്നായി വരുന്നത്. ഓക്കെ, അപ്പൊ ChatGPT ആയിട്ട് ഞാൻ ബ്രെയിൻ സ്റ്റോം ചെയ്യുമ്പോൾ അതിന് ഓൾറെഡി ബിക്കോസ് ഓഫ് ഈ കസ്റ്റമർ സപ്പോർട്ടിന്റെ ഇതൊക്കെ വായിച്ചിട്ടും കാര്യങ്ങളൊക്കെ അതിന് ഒരുപാട് പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാം. അപ്പൊ അതിനുള്ള ഉത്തരങ്ങളൊക്കെ വളരെ ഇപ്പൊ ഇറ്റ് ഹാസ് കം ടു സോ ഗുഡ് ദാറ്റ് എനിക്കൊരു ഉത്തരം വേണമെങ്കിൽ, അതായത് ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഞാൻ കുറെ ഇരുന്ന് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കണം ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ. ജസ്റ്റ് ഞാൻ പറഞ്ഞാൽ മതി, ഇയാൾ ഇതാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്ലീൻ ഉത്തരം തരും. ബിക്കോസ് ChatGPT അത്രയും
നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് അറിയാം. അറിയാം. ഓക്കെ. അപ്പോൾ അതൊരു ക്ലീൻ ഉത്തരം തരും. എനിക്ക് ജസ്റ്റ് മേ ബി ഒരു ചെറിയ ചേഞ്ച് എന്തെങ്കിലും വരുത്തിയാൽ മതി, അത് അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടിന്റെ ക്വാളിറ്റി വെരി ഹൈ ആയിട്ടുണ്ട് ചാറ്റ് GPT വന്നതിന് ശേഷം. ഓക്കെ. എന്ന് മാത്രമല്ല, നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ആക്ച്വലി ഞങ്ങളുടെ ബ്ലോഗ് കണ്ടന്റ് മാനേജ് ചെയ്തിരുന്നത് വേറൊരു ഏജൻസി ആയിരുന്നു പണ്ട്. ഇതൊരു 2 കൊല്ലം മുമ്പാണെന്ന സംഭവമാണ് കേട്ടോ. രണ്ട് കൊല്ലത്തേലായി തോന്നുന്നുണ്ട്. വേറൊരു ഏജൻസി കൊടുത്തിരിക്കുന്നു. അവര് പുതിയ ടോപ്പിക്സ് ഉണ്ടാക്കും, അവരുടെ റൈറ്റേഴ്സ് ഉണ്ട്. ആ ഏജൻസിനെ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റി. സോ ഓഫ് കോഴ്സ് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ജോബ് ലോസസിൽ ഇത് പെടും. ഓക്കെ. കാരണം കണ്ടന്റ് റൈറ്റേഴ്സിന്റെ കട്ടപ്പുക, അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ ആ ഏജൻസി നമ്മൾ ഇപ്പോഴെന്താ ചെയ്യുന്നത്, ആ ഏജൻസി പിന്നെ നമ്മളായിട്ട് റീനെഗോഷിയേറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ ഏജൻസി ജസ്റ്റ് ഒരു കൺസൾട്ടന്റ് ആയിട്ട് എന്താ എഴുതേണ്ടതെന്ന് അവര് ദേ വിൽ കം അപ്പ് വിത്ത് an ഐഡിയ. അത്രേ ഉള്ളൂ. ആ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടന്റ് ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു പയ്യനുണ്ട് നമ്മുടെ ടീമില്. അയാള് തന്നെയാണ് AI വെച്ചിട്ട്. പക്ഷെ അയാള് എനിക്ക് തോന്നുന്നു ചാറ്റ് GPT അല്ല, വേറെന്തോ ആണ് യൂസ് ചെയ്യുന്നത്. അയാളെ ജനറേറ്റ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളാണ്. അയാളൊരു റൈറ്റർ അല്ല. പക്ഷെ ഓഫ് കോഴ്സ് ഇപ്പോൾ ടൂൾസ് യൂസ് ചെയ്തിട്ട് അയാൾ തന്നെയാണ് റൈറ്റ് ചെയ്യുന്നത്. അയാൾ വന്നത് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല വന്നത്. അയാള് ഞാൻ പറഞ്ഞ മാതിരി അയാൾ ആ ഏജൻസിയിലെ ആളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അയാൾ തന്നെയാണ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കി നോക്കൂ എവിടെ എന്തൊക്കെ സംഭവിച്ചു. ഞാൻ ആലോചിക്കായിരുന്നു, ആ ഏജൻസിന്റെ കട്ടപ്പൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അവരുടെ എത്രയോ ഒരുപാട് റൈറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ ടീമില്. അവരൊക്കെ പണി പോയിട്ടുണ്ടായിരിക്കും. പിന്നെ ഒരു ഇതെന്താ വെച്ചാല്, റീസെന്റ് ഫിഗ്മയും ക്ലോഡും വളരെ ഇതായി. അതായത് ക്ലോഡിനിപ്പോ ഫിഗ്മയിലെ ഫ്രെയിം ശരിക്കും വായിച്ചിട്ട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതായത് കുറെ ദിവസം ഉണ്ടായിരുന്നില്ല, ഇതിപ്പോ ഒരു 3-4 മാസമായിട്ടേ ഉള്ളൂ. ബോത്ത് വേസ്, അതായത് ഫിഗ്മയ്ക്ക് ടു ക്ലോഡ് കോഡും ക്ലോഡിന്ന് ഫിഗ്മ വായിക്കാനുള്ള കഴിവുമായി. അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാല്, ഐ എം യൂസിങ് ക്ലോഡ് ആസ് മൈ ഡിസൈൻ ബഡി ഓർ പാർട്ട്ണർ. അപ്പൊ ഞാനൊരു ഡിസൈൻ ഉണ്ടാക്കി കഴിഞ്ഞാല്, ഒരു സ്ക്രീൻ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഫ്രെയിമിന്റെ URL ഞാൻ ക്ലോഡിൽ ഇട്ടിട്ട് പറയും, ക്രിട്ടിക് ദിസ് ഡിസൈൻ. ഓക്കെ. അപ്പൊ അത് പറഞ്ഞു തരും, അത് അങ്ങനെയാണ്, എനിക്കിത് ഇഷ്ടമായില്ല, അത് ഇഷ്ടമായില്ല, അതിന്റെ അലൈൻമെന്റ് പോരാ, ഈ കോപ്പി നന്നാക്കണം എന്നൊക്കെ പറഞ്ഞ് അത് തന്നെ ശരിയാക്കി തരും. ചിലത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യും, ചിലത് ആക്സെപ്റ്റ് ചെയ്യില്ല, ചിലത് ഞാൻ അതിനോട് തന്നെ പറയും, അലൈൻമെന്റ് ശരിയായില്ലേ, നീ തന്നെ പോയി ശരിയാക്കിക്കോ. അപ്പൊ ക്ലോഡ് തന്നെ അലൈൻമെന്റ് കറക്റ്റ് ചെയ്യും, കോപ്പി കറക്റ്റ് ചെയ്യും. ഫിഗ്മ മേക്ക് ഉപയോഗിക്കാറില്ല? ഇല്ല. ഫിഗ്മ മേക്ക് ആക്ച്വലി ഈസ് എ ഡിഫറെന്റ് പ്രോഡക്റ്റ്. അതായത് നമുക്ക് വൈബ് കോഡ് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിലാണ് ഫിഗ്മ മേക്ക് നല്ലത്. പക്ഷെ ഒരു ഡിസൈൻ എന്നെ ഒരു ഡിസൈൻ പാർട്ട്ണറായിട്ട് യൂസ് ചെയ്യാനൊന്നും ഫിഗ്മ മേക്ക് അത്ര പോരാ. അതായത് ഞാൻ വേറെ ഇതിനെ ഞാൻ കൺവേർട്ട് ചെയ്ത് പ്രോഡക്റ്റ് ആക്കാനൊന്നും പോകുന്നില്ല. എന്റെ ഡിസൈനിനെ പറ്റിയിട്ട് ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ എന്നാണ്. ഓക്കെ. അല്ലെങ്കിൽ ഞാനിപ്പോ ഈ സ്ക്രീനിൽ എഴുതിയ കോപ്പി ഒന്നും കൂടി നന്നാക്കാൻ പറ്റുമോ, അത്രയ്ക്ക് എനിക്ക് വേണ്ടു. അല്ലാതെ ഫിഗ്മ മേക്കും ഇപ്പൊ ലൈക്ക് ലാസ്റ്റ് വീക്ക് ഓർ സംതിങ് ഈ ഏജന്റ് ഇപ്പൊ ഫിഗ്മയില് നേറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. അതായത് എനിക്കിപ്പോ ക്ലോഡ് പോയിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല, ഫിഗ്മയെ തന്നെ ഞാൻ അതിനെ സെലക്ട് ചെയ്തിട്ട് പറയാം, എനിക്ക് ഐ വോണ്ട് ദിസ് എന്ന് പറയാം. ഓക്കെ. പക്ഷെ അത് ഞാൻ ട്രൈ ചെയ്തിടത്തോളം ചില കാര്യങ്ങൾ നല്ലതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ചില സമയത്ത് ഒരു ടെക്സ്റ്റ് അങ്ങോട്ട് ഡംപ് ചെയ്തിട്ട് പറഞ്ഞു, മേക്ക് ദിസ് ആസ് എ 4x10 ഗ്രിഡ് എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് സമയം എടുത്തെങ്കിലും അത് ചെയ്തു, വിച്ച് വാസ് സോ മച്ച് ടൈം സേവിങ് ഫോർ മീ. ഓക്കെ. അപ്പൊ ഉമേഷ്, എനിക്ക് തോന്നുന്നത് ഒരു ഡിസൈൻ.md ഫയലോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഏജന്റിന് റീഡ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു പ്രോപ്പർ ആയിട്ട് ടോക്കൺ ഒക്കെ ചെയ്യാം, ടോക്കണൈസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ സിസ്റ്റം ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി മച്ച് ബെറ്റർ എന്നാണ് എന്റെ എക്സ്പീരിയൻസ് മനസ്സിലായത്. അപ്പൊ ഒരു ഡിസൈൻ അത് ഹ്യൂമൻസിന് വേണ്ടിയിട്ടുള്ളതല്ല,
ഡിസൈൻ സിസ്റ്റം ഉം, ഹ്യൂമൻസ് ഉപയോഗിക്കുന്ന പോലെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഏജന്റിക് ഡിസൈൻ സിസ്റ്റംസ് വരുന്നു. അപ്പൊ അതിലൊക്കെ ഉം, കളറും എല്ലാ വേരിയബിൾസും പ്രോപ്പർ ആയിട്ട് ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ആയിട്ടുള്ള ടോക്കണായിട്ട് ഡോക്യുമെന്റഡ് ആയിരിക്കും. അപ്പോഴല്ലേ ഏജൻസിന് വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഔട്ട്പുട്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. നമ്മൾ ചുമ്മാ പ്രോംപ്റ്റ് എഴുതുമ്പോഴും അതിന് ഏജന്റിന് റെഫർ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ഡിസൈൻ സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഡിസൈനിലൂടെ MD ഫയൽ ഉണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് മച്ച് ബെറ്റർ ആണെന്നാണ് ഞാൻ ഉം, കൂടുതൽ ഉം, ഇപ്പൊ HTML കൺവേർഷൻ കോഡെക്സ് ഉപയോഗിക്കാം. ChatGPT തന്നെ ഉം. കോഡിംഗ് ഏജന്റ്. ആ. അപ്പൊ ഞാൻ HTML കൺവേർഷൻ ചെയ്യാറില്ല, അതാണ്. അപ്പൊ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡെവലപ്മെന്റ് ടീം പറഞ്ഞു നീ ഡിസൈൻ മാത്രം തന്നാൽ മതി. നമ്മൾ അത് കാരണം അവര് കോഡക്സ് അല്ല, അവര് എന്താ പറയാ കഴ്സറോ കഴ്സർ കഴ്സർ വിത്ത് ക്ലോഡ് കോഡ് ആസ് ദ മോഡലാണ് യൂസ് ചെയ്യുന്നത്. ഉപയോഗിക്കുന്ന ക്ലോഡ് ആസ് ദ മോഡൽ, സോറി, ആ ആസ് എ മോഡലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓക്കെ. അവര് വാട്ട് ദേ സേസ് സി, കാരണം നമ്മുടെ ഒരു ഓൺഗോയിങ് പ്രോജക്റ്റ് അല്ലേ, നമുക്ക് ഒരുപാട് ഇതുണ്ട്. ഇപ്പൊ പോയിട്ട് ഞാൻ ഡിസൈൻ സിസ്റ്റം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ദർ ഇസ് ഓൾറെഡി ലോട്ട് ഓഫ് കോമ്പണൻസ് ഇൻ കോഡ്. ഓക്കെ, അപ്പൊ അവരെന്താ ചെയ്തിരിക്കണെന്ന് വെച്ചാൽ അവര് സ്കില്ലുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഡിസൈനില് ഈ കോമ്പണൻസ് ഒക്കെ മാച്ച് ആവുകയാണെങ്കിൽ ആ കോമ്പണൻസ് യൂസ് ചെയ്തിട്ട് വേണം കോഡ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ പിന്നെ അപ്പൊ അത് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ നോട്ട് 100%, സ്റ്റിൽ ഐറ്ററേറ്റിംഗ് ഓൺ ദാറ്റ്. പക്ഷെ ഒരുവിധമൊക്കെ അത് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒരു AI യൂസർ. സോ നമ്മുടെ ടീമില്, നമ്മുടെ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ടീമില് ഇപ്പോ ആരും കോഡ് എഴുതുന്നില്ല. കംപ്ലീറ്റ്ലി ജനറേഷനാണ്. കാരണം അവര് ഇത് പ്രോംപ്റ്റ് ചെയ്തിട്ട് എഴുതുന്ന കോഡാണ് കംപ്ലീറ്റ്. അപ്പൊ അതുകൊണ്ടുള്ള സൈഡ് എഫക്ട്സും ഉണ്ട്. കാരണം അവര് പറയുന്നത് ഞാൻ മുഴുവനായിട്ട് എനിക്ക് അറിയില്ല, എവിടൊക്കെ പോയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അറിയില്ല. ഈവൻ ഇഫ് ഐ റിവ്യൂ ഇറ്റ്, എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ കുറച്ചുകൂടി ടെസ്റ്റിംഗ് ഒന്നും കൂടി നന്നാക്കണം എന്നൊക്കെ അവര് തന്നെ പറയും. കാരണം അവരല്ല അത് എഴുതിയിരിക്കുന്നത്, മനസ്സിലായില്ലേ? പിന്നെ വേറെ നമ്മുടെ ഒരു ടീമിൽ ഒരാൾ പറയാറുണ്ട്, ഇപ്പൊ ഞാൻ തന്നെ എഴുതിയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഉമേഷ് ഒരു കാര്യം പറഞ്ഞു, അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഞാൻ അങ്ങനെയാണല്ലോ എഴുതിയത്, അപ്പൊ ചിലപ്പോ വരാൻ സാധ്യത ഉണ്ട് പറഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് ചാടിയിട്ട് എനിക്ക് മാറ്റാം. ഇതിപ്പോ വേറെ ആരോണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് എനിക്കറിയില്ല എവിടെയാണ് എന്തുകൊണ്ടാണ് ആ കുഴപ്പം വന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്ത് ചെയ്ത് എനിക്ക് പ്രോംപ്റ്റ് തന്നെ ചെയ്യണം, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അത് പോയി നേരാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനെ കൊണ്ട് തന്നെ നേരാക്കി. എത്രത്തോളം റിലയബിൾ ആണ് ഇതെന്നൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാനിപ്പോ എന്തും ഐ ഓൺ ദ ലേഔട്ട് ഞാൻ ഓൺ ചെയ്യും. അത് വെബ് പേജ് ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ പോസ്റ്റ് ആയിക്കോട്ടെ, അതിന്റെ ലേഔട്ട് ഫിഗ്മയിൽ ഉണ്ടാവും. അതിൽ ചെറിയ ചെറിയ കമ്പോണൻസ്, ടെക്സ്റ്റ് ഇപ്പൊ ക്ലൗഡിൽ വരുമായിരിക്കും, ചിലപ്പോൾ ChatGPT വരുമായിരിക്കും. അതിൽ ഇമേജുകൾ ഫോട്ടോഷോപ്പിന്റെ ജനറേറ്റീവ് ഫില്ലായിരിക്കാം. അതുപോലെ ഫോട്ടോഷോപ്പിന്റെ AI ആണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. അവര് ഫയർഫ്ലൈ ഒക്കെയാ ഉപയോഗിക്കുന്നെന്ന് പറയുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളിപ്പോ ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുമ്പോൾ പോലെ നാച്ചുറലി എന്നുള്ള വേർഡ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതങ്ങ് കയറി ഇലയും പൂവും ഒക്കെ ആഡ് ചെയ്യും. അത് കാണുമ്പോൾ നമുക്കൊരു ദേഷ്യം വരുമല്ലോ. കാരണം നമ്മള് ഇത്രയും കാലം എല്ലാ ഡിസൈനർമാരും ഫോട്ടോഷോപ്പിൽ തുടങ്ങിയതാ. ഈ ജനറേഷൻ അല്ല, നമ്മുടെ ജനറേഷൻ അല്ലേ ക്രാക്ട് ഫോട്ടോഷോപ്പ്. അപ്പൊ അത്രയും നമ്മുടെ ലൈഫിന്റെ ഭാഗമാണ് ആ സോഫ്റ്റ്വെയർ. എന്നിട്ട് അവരുടെ ഒരു ഫീച്ചർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങ് വരും. ഞാൻ എത്ര പ്രാവശ്യം ക്യാൻസൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പറയാം. കാരണം ഞാൻ കംപ്ലീറ്റ് പാക്കേജിന്റെ സബ്സ്ക്രൈബർ ആയിരുന്നു. ഓൾമോസ്റ്റ് 2500 or 3000 rupees ഒക്കെ പെർ മന്ത് കൊടുക്കുമായിരുന്നു. ഇപ്പൊ ഫോട്ടോഷോപ്പ് മാത്രം ഉപയോഗിക്കുന്നത്. കാരണം ഇല്ലസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എല്ലാം ഫിഗ്മേല ചെയ്യുന്നു. ഈവൻ ലോഗോ ഡിസൈൻ എല്ലാം ഫിഗ്മേല, എല്ലാം. ഇല്ലസ്ട്രേറ്ററിന്റെ സെപ്പറേറ്റ് ആവശ്യമില്ല, ഫോട്ടോഷോപ്പ് വെച്ച് റൺ ചെയ്യാം. പക്ഷെ ഈ ജനറേറ്റീവ് ഫില്ലാണ് ഇവരിങ്ങനെ നാച്ചുറലി എന്നുള്ള വാക്ക് വെച്ചാൽ പച്ചപ്പും ഹരിതാപയും രഞ്ജി പണിക്കർ പറഞ്ഞ പോലെ അങ്ങ് ആഡ് ചെയ്യും. എന്റെ ദൈവമേ, അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. ആ ഒരു സൈഡില് ഫോട്ടോഷോപ്പ് ഇനിയും ഗ്രോ ചെയ്യാതിരിക്കുന്നു, ഇനിയും മെച്ചൂർ ആവണം.